മഹാഗുരു ശരണം. ഇന്ന് ഏപ്രിൽ 7 തിങ്കളാഴ്ച. ഇന്ന് ആയില്യം നക്ഷത്ര ദിവസമാണ്. എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ ഇന്ന് രാവിലെ എടപ്പള്ളി മഹാഗണപതി, അതുപോലെ പേരണ്ടൂർ ദേവി, പിന്നെ പാവക്കുളം മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ പോയി ദർശനം ഒക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം ധ്യാനത്തിലൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 7 കഴിഞ്ഞ് പോയി. ഇപ്പോൾ 8:45 തിരിച്ചെത്തി. അത് കഴിഞ്ഞാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, എടപ്പള്ളിയിൽ വരുമ്പോൾ പറയണമെന്നൊക്കെ പേഴ്സണലി പലരും ചോദിക്കാറുണ്ട്. ചിലരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോൾ എനിക്ക് എൻ്റെതായ ചിട്ടകൾ ക്ലിയറായിട്ട് പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഇനി ആരോടും ഞാൻ അവിടെ എങ്ങും വരുന്ന കാര്യം ഞാൻ പറയില്ല. ദയവ് ചെയ്ത് ക്ഷമിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്നലെ കൊച്ചിയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു കുറച്ച് പേർക്ക്. അപ്പോൾ അവർ ദക്ഷിണ തരും. അപ്പോൾ ആ ദക്ഷിണ തരുന്നതനുസരിച്ച് ഞാൻ ആർക്കാണെങ്കിലും ഇപ്പോൾ പേഴ്സണലി GPayയിലൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെയിൻ എടപ്പള്ളി ഗണപതിക്ക് തേങ്ങ അടയ്ക്കും. അപ്പോൾ അതുപോലെ അതിൻ്റെ ഒരു പങ്ക് പേരണ്ടൂർ അമ്മയ്ക്ക് കൊടുക്കും, പിന്നെ പാവക്കുളത്ത് കൊടുക്കും. അപ്പം ഇന്ന് അവിടെ പാവക്കുളത്ത് ഇന്ന് ആയില്യം നക്ഷത്രം ആയതുകൊണ്ട് അവിടെ പുള്ളുവമ്പാട്ട് ഒരു ആളിരിപ്പുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിനും ഒരു തുക കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇത് ദക്ഷിണയായിട്ട് സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് കൊടുത്തു. അതിലൊരു സന്തോഷം തോന്നി കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ദയവ് ചെയ്ത് ക്ഷമിക്കുക. അങ്ങനെ ആർക്കെങ്കിലും കാണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എടപ്പള്ളി ലുലു മാളിൽ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്. നമുക്ക് അവിടെ വെച്ച് കാണാം, സംസാരിക്കാം, കുഴപ്പമില്ല. കാര്യം ക്ഷേത്രത്തിലെ എൻ്റെ ചിട്ടകളിൽ ഇത് വരും. എങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ വെച്ച് ഇന്ന് സെൽഫി ഇട്ടു. എടപ്പള്ളിയിലും വെച്ചിട്ടു, പേരണ്ടൂരും ഇട്ടു, അതുപോലെ പാവക്കുളത്തും ഞാൻ സെൽഫി ഇട്ടായിരുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഭാഗത്തുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് വിചാരിച്ച് സ്റ്റാറ്റസിൽ ഇട്ടായിരുന്നു. മനസ്സിലായോ? ചിലർ അങ്ങനെ കണ്ടിട്ട് വന്ന ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കുക. ഈ ഒരു കാര്യമാണ്. എറണാകുളത്തുള്ള ആരെങ്കിലും കാണാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ലുലു മാളിൽ അതിനുള്ള സൗകര്യമുണ്ട്, നമുക്ക് പോരാം. ഞാനിപ്പോൾ ഈ തമ്മനം ഭാഗത്താണ് താമസിക്കണമെന്ന് പറയാം. ഞാൻ തമ്മനം ഭാഗത്തൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ അഡ്രസ്സ് ഗൂഗിളിൽ നോക്കിയാൽ എൻ്റെ അല്ല കാണുന്നത്, വേറെയാണ്. എൻ്റെ അഡ്രസ്സ് ബാങ്കിലേ കാണുള്ളൂ. എൻ്റെ പെർമനൻ്റ് അഡ്രസ്സ് ആലപ്പുഴയാണ്. ആലപ്പുഴ ചന്ദനക്കാവിലാണ് എൻ്റെ വീട്, ഫാദർ ലോയുടെ വീടിൻ്റെ അടുത്ത്. അത് ഞാൻ ജസ്റ്റ് അറിയിക്കുകയാണ്. അപ്പം ഞാൻ ഒരു കൺസൾട്ടേഷനൊന്നും ചെയ്യുന്ന ആളല്ല. പക്ഷേ ഈ പ്രത്യേകിച്ച് റിട്ടയർ ആയ ശേഷം ഇങ്ങനെ ബ്ലസ് ചെയ്യുന്ന ഇതൊക്കെ വെച്ചിട്ട് പണ്ട് തൊട്ടേ ഉള്ള കുറേ ആൾക്കാർ ഇത് ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അതൊന്നും അറിയിക്കുന്നു. അപ്പോൾ പ്രൊഫഷണലി ഇതൊന്നും ചെയ്യുന്ന ഒരാളല്ല. ഒരു നിയോഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ഭൈരവനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഭൈരവൻ എന്ന് പറഞ്ഞാൽ കാലഭൈരവൻ, അത് ടൈമിൻ്റെ ഒക്കെയാണെന്ന് പറയുന്നു. ഗുരു പറഞ്ഞുള്ള അറിവാണ്. എനിക്കിതിൽ ആധികാരികമായ ഒരറിവില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. എനിക്ക് തന്ത്രശാസ്ത്ര സമുച്ചയോ എന്തെങ്കിലും ഇതായിട്ട് ഇതില്ല. പക്ഷേ ഈ എനർജീസിനെ പല ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആ എനർജീസിനെയൊക്കെ അറിയുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല. ക്ഷമിക്കുക ദയവ് ചെയ്ത്. അപ്പോൾ അതിനൊന്നും എനിക്ക് മറുപടി ഇല്ല. അതുകൊണ്ടാണ്. പക്ഷേ ആ എനർജീസ് എന്താണ് ഏതാണെന്നൊക്കെ സെൻസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറം ഒന്നും പറയാൻ പറ്റില്ല. അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതുപോലെ കോണ്ടാക്ട് ചെയ്തിരുന്നു. കോണ്ടാക്ട് ചെയ്തപ്പോൾ അവരുടെ ഫാമിലിയിൽ എനിക്കൊരു എനർജി കിട്ടി. അത് അദ്ദേഹത്തിൻ്റെ കാര്യം മെഡിറ്റേഷനിൽ കിട്ടി. പക്ഷേ അത് രക്ഷസല്ല, ബ്രഹ്മരക്ഷസല്ല, അറുകൊലയല്ല, ചാത്തനല്ല, മുത്തപ്പനല്ല. അപ്പം ഈ പറയുന്നതൊക്കെ ആ കുടുംബത്തിൽ മനുഷ്യ ശരീരം സ്വീകരിച്ച് ജന്മം കൊണ്ടിട്ട് അവർ ഉപാസന ചെയ്തിട്ട് ഒരു ആത്മചൈതന്യമായ എനർജീസാണ് ഇതൊക്കെ. അപ്പോൾ എൻ്റെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ പറയുകയാണ് കേട്ടോ. ഇത് പൂർണ്ണമായിട്ട് ആധികാരികമല്ല. ചിലപ്പോൾ പൂർണ്ണമായിട്ടും തെറ്റായിരിക്കാം. അതും ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്തോ കാണുന്നുണ്ട്, പക്ഷേ ഇതല്ല, ഇങ്ങനെ എന്തോ കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രത്യേകം ഒരു പേര് പറഞ്ഞ്, ഒരു അല്പം ഒരു 10-15 അക്ഷരങ്ങളുള്ള പേരാണത്. ആ പേര് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നില്ല. ഒരു 10 ദിവസത്തിനുള്ളിൽ സംസാരിച്ചതായിരിക്കും. അപ്പോൾ ചോദിച്ച് ഇതെങ്ങനെയാണ്? അത് അവരുടെ കുടുംബത്തിലെ ഒരു കാരണവരാണ്. അത് ആ പേരിലാണ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ അങ്ങനെ കുറേ എനർജീസ് ഉണ്ട്. അതിപ്പോൾ
ഭൈരവൻ, കാലഭൈരവൻ, ഖണ്ഡാകർണൻ, ഇതൊക്കെ പണ്ട് തൊട്ടേ ആചരിച്ച് വന്നിരുന്ന് അതൊരു എന്താണ് സ്ഥിര പ്രതിഷ്ഠ നേടിയതാണ്. മനസ്സിലായ? പക്ഷെ ഇങ്ങനെ കുടുംബത്തിൽ ഇവരെയൊക്കെ ഉപാസിച്ച് വന്നവർ പല പല പേരുകളിന് അറിയപ്പെടും. നിസ്സാരം വേറൊരു പറയാം, ഒരു ഷൊർണൂരുള്ള ഒരു ഫാമിലിയുടെ കാര്യം നോക്കുന്നുണ്ട്. അവരുടെ നോക്കുമ്പോൾ അവരുടെ കുറേ കാര്യങ്ങൾ ഇൻഡ്യൂഷൻ എനിക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ആ ഫാമിലിയിലെ ചിലർക്ക് ചില സ്വപ്ന ദർശനങ്ങൾ കിട്ടും. അത് വെച്ച് കണക്ട് ചെയ്തിട്ട് അവിടെ എന്താണ് ഗുരുമുത്തൻ, ഗുരുമുത്തി എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. അത് കിട്ടി എനിക്ക്. അത് കിട്ടിക്കഴിഞ്ഞ് അപ്പോൾ ഇതിനൊക്കെ ആശ്രയിക്കുന്നത് അവർ ആദ്യം വെച്ച പ്രശ്നത്തിൻ്റെ രാശിയൊക്കെ ചോദിച്ചിട്ട് അത് കിട്ടിക്കഴിഞ്ഞ് മെഡിറ്റേഷനിലാണ് ഇത് നോക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതല്ല, വേറെ എന്തൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായിട്ട് അപ്പോൾ അവരോട് ഞാൻ പറയുന്നു. പക്ഷേ എനിക്കിത് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല, ഞാൻ അവിടെ പോയിട്ടില്ല, കണ്ടിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ അവരോട് പറയുന്നു. അതോടൊപ്പം അവർക്ക് കിട്ടി കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 4 or 5 തലമുറയ്ക്കുള്ളിൽ ഈ ഉപാസനകൾ നടത്തിയിരുന്നതാണ്. കാര്യം ഈ കുടുംബം ഇടയ്ക്ക് ഈ ഉപാസനകൾ കട്ടായി. പിന്നെ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് അറിഞ്ഞ് നോക്കിയിട്ട് ഇവർ ഉപാസന ചെയ്തു വരുന്നത്. അത് ഈ പറയുന്ന എന്താണ് സവർണ വിഭാഗമല്ല. അവിടെയാണ് ഈ സവർണരല്ലാത്ത വിഭാഗത്തിൻ്റെ ഉപാസനമൂർത്തികൾക്ക് ഭയങ്കര ശക്തിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ഉപനയന സംസ്കാരം, ഷോഡശ സംസ്കാരം ചെയ്ത ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച് അത് പാലിക്കുന്ന ആളായിട്ട് ഞാൻ പറയുന്നു. എൻ്റെ അനുഭവങ്ങൾ വെച്ച്, എൻ്റെ ഗുരു പറഞ്ഞു തന്നത് വെച്ചിട്ട് ബ്രാഹ്മണർ കൈകാര്യം ചെയ്യുന്ന മൂർത്തികൾ അത് മിക്കതും സാത്വിക മൂർത്തികളായിരിക്കും, ചിലത് രാജസമൂർത്തികളായിരിക്കും. പക്ഷേ താഴ്ന്ന ഇതിലുള്ള ആൾക്കാർ, കാര്യം ഞാൻ അവരുടെ അടുത്ത് ഇന്നലെ ഏതാണ് നിങ്ങളുടെ വിഭാഗം എന്ന് എനിക്ക് ചോദിക്കേണ്ടി വന്നു. കാര്യം അത്രയും പവർഫുള്ളാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആരെയും തള്ളിക്കളയാൻ പറ്റുകയില്ല. അപ്പോൾ മറ്റതാണ് നമ്മൾ മേൽജാതിയാണ്, അത് കീഴ്ജാതിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഇനിയത്തെ കാലത്ത് മാറ്റി വെക്കണം. ഇത് കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ അത് നോക്കിയപ്പോൾ അവിടെ ആ ഒരു ദേവീനെ ഉപാസിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഇവരോട് പറഞ്ഞ് പോയിട്ട് പ്രശ്നം വെക്കാൻ പറഞ്ഞു. പിന്നെയും പോയി രാശി വയ്ക്കുക, ജസ്റ്റ് ജ്യോതിഷനോടൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന കാര്യങ്ങളാണെന്ന് അതിലെ ഒരാളോട് ഞാൻ പറയുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട് ഞാൻ നോക്കിയിട്ട്. അവിടെ ചെയ്യുന്ന പൂജകൾ പോലും ശരിയല്ല, അവിടെ ചെയ്യുന്ന ചില കർമ്മങ്ങൾ ശരിയല്ല എന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് കിട്ടുന്നതാണ്, അത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് ഞാൻ അവകാശപ്പെടുകയല്ല. രാശി വയ്ക്കാൻ പറഞ്ഞു. ഇവർ പോയി രാശി വെച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ അത് തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും അവർക്ക് ഇപ്പോൾ പൂജ ചെയ്യുന്നത് ബ്രാഹ്മണ സമുദായത്തിലുള്ള ആളാണ്. ഞാനിത് പറയുമ്പോൾ ബ്രാഹ്മണൻ ഇത് ആരും അതിലൊന്നും ഇത് ചെയ്യരുത് കേട്ടോ. ഞാൻ അതിൻ്റെ വഴികൾ പറയുകയാണ്. പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞ് ഇന്ന സമുദായത്തിൽ അത് പ്രത്യേകിച്ച് പറയാം, SNDPയിലുള്ള ആളെ പൂജാരിയായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. എനിക്ക് കിട്ടിയ ഇൻഡ്യൂഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതെടുക്കണമെന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു. അവരപ്പോൾ അങ്ങനെ ആളുണ്ടോ എന്താണെന്ന്. പക്ഷേ ഇന്നലെ അവർക്ക് ആ മൂർത്തികളായിട്ട് അവിടെ കുറേ മൂർത്തികളുണ്ട്, 10-12 മൂർത്തികളുണ്ട്. ആ കുടുംബ ഉപാസന ചെയ്തു വരുന്നതാണ് എത്രയോ തലമുറകളായിട്ട്. ഈ ആളെ അവരുടെ മുമ്പിൽ അവിടുത്തെ മകൻ ചെന്ന് കണ്ട് ഇങ്ങനെ ഒരാളെ ആരോ ഉണ്ടെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ ഇദ്ദേഹം മുമ്പിലുണ്ട്. ഇദ്ദേഹം വന്ന് ബസ് ഇറങ്ങുകയാണ്. ഇദ്ദേഹം ഒരു വെളിച്ചപ്പാടുമാണ്. ഇദ്ദേഹം വന്നിറങ്ങുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞ് വേണ്ട, അദ്ദേഹത്തിൻ്റെ പേര് ദാസൻ എന്ന് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇന്നലെ രാത്രി കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ പറഞ്ഞ് വേണ്ട, ഞാൻ അവിടെ വരട്ടെ എന്ന് പറഞ്ഞ്, എനിക്കിപ്പോൾ ഇനി നിങ്ങളുടെ സ്ഥലത്താണ് വരണ്ടേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീട്ടിലേക്ക് എങ്ങാണ്ട് പൂജ കഴിഞ്ഞിട്ട് വന്ന് വീട്ടിലേക്ക് പോകാൻ ബസ് ഇറങ്ങിയ ആൾ ഇയാളുടെ കൂട്ടത്തിൽ ബൈക്കിൽ കയറി ആ സ്ഥലത്ത് വന്നിട്ട് പുള്ളി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അപ്പോൾ അവർ പറയുന്നു പൈസാറ് പറഞ്ഞതിൻ്റെ ബാക്കി പത്രം എന്നുള്ള കുറേ കാര്യങ്ങൾ പുള്ളി അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങൾ ഇവരുടെ വേറൊരു സഹോദരനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന കാര്യങ്ങളാണ് അവിടെ, പക്ഷെ അവരെ അറിയിക്കേണ്ട, അവിടെ രാശി വെക്കട്ടെ. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നു. അപ്പോൾ ചില മൂർത്തികളെന്ന് പറഞ്ഞപ്പോൾ ഭൈരവൻ, ഖണ്ഡാകർണൻ, എല്ലാ മൂർത്തികളും ചിലത് ക്ഷിപ്രപ്രസാദികൾ, അത് ശൈവാംശമായിരിക്കും. മനസ്സിലായോ? സാത്വിക വൈഷ്ണവാംശം വളരെ കുറവാണ്. അത് വിഷ്ണുമായ ചാത്തൻ അതൊക്കെ പറയാൻ പറ്റും.
പക്ഷെ അവിടെയും ശൈവാംശം ഉണ്ടാകും എന്നാണ് ഗുരു പറയുന്നത്. അപ്പം എനിക്കിത് എൻ്റെ അനുഭവത്തിലൂടെ ഉള്ള അറിവുകളേ ഉള്ളൂ. ഏതെങ്കിലും തന്ത്രശാസ്ത്രം വായിച്ചോ അല്ലെ താന്ത്രികളുടെ കൂടെ ശിഷ്യപ്പെട്ട് പഠിച്ചതോ ഒന്നുമല്ല. അനുഭവത്തിൽ നിന്നുള്ള അറിവുകളാണ് ഞാൻ പറയുന്നത്. അപ്പം അത് പൂർണ്ണമായിട്ടും തെറ്റായിരിക്കാൻ എല്ലാ സാധ്യതകളും ഉണ്ട് കേട്ടോ, അതും ഞാൻ സമ്മതിക്കുന്നു. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ ഫലം, അതുപോലെ ഇന്നത്തെ ക്ഷേത്ര ദർശനത്തിൻ്റെ ഫലം എന്നെ കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കേവർക്കും, നമ്മുടെ കുടുംബാംഗങ്ങൾക്കേവർക്കും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ മനോകാമനാഭീഷ്ടവും നടക്കണമെന്നും കുടുംബത്തിൽ സന്തോഷം, സമാധാനം, സമൃദ്ധി ഉണ്ടാകുവാനും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല മാർക്കോടെ ഉന്നത വിജയം നേടി അവരാഗ്രഹിക്കുന്ന സർവീസിൽ, പ്രൊഫഷനിലോ ജോലിയിലോ അവർ ജോയിൻ ചെയ്യുവാനും അതോടൊപ്പം തന്നെ അവർക്ക് ഓരോ കുലത്തിൻ്റെ ഓരോ കുടുംബത്തിൻ്റെ സംസ്കാരം എന്താണോ അതനുസരിച്ചുള്ള ഉത്തമമായ ജീവിത പങ്കാളി ലഭിച്ച് നല്ലൊരു കുടുംബജീവിതം ലഭിക്കുവാനും, അതുപോലെ ഓരോരുത്തരെയും ചെയ്യുന്ന ബിസിനസ് ആകട്ടെ ജോലിയാകട്ടെ അതിൽ ഉത്തരോത്തരം വരുമാന വർധനവ് യഥാസമയങ്ങളിൽ ഉണ്ടാകുവാനും, അതുപോലെ ഓരോരുത്തരുടെയും എല്ലാ കാര്യങ്ങളിലും വീട്ടിലാകട്ടെ ജോലിസ്ഥലത്താകട്ടെ യാത്രകളിലാകട്ടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്താകട്ടെ പഠനാവശ്യത്തിനുള്ള യാത്രകളിലാകട്ടെ കുട്ടികൾ പഠനാവശ്യത്തിന് നിൽക്കുന്ന സ്ഥലങ്ങളിലാകട്ടെ, അതുപോലെ ഓരോരുത്തരും വ്യക്തിപരമായോ കുടുംബപരമായോ ഓഫീഷ്യലോ ചെയ്യുന്ന തീർത്ഥയാത്രകളിലോ വിനോദയാത്രകളിലോ എല്ലാം സുരക്ഷിതത്വം കിട്ടുവാനും, അതുപോലെ ഓരോരുത്തരുടെയും കുലദേവത, കുടുംബദേവത, അതുപോലെ ഗ്രാമദേവത, ഇഷ്ടദേവതകൾ, അതുപോലെ പ്രത്യേകാൽ ഗുരുപരമ്പരകൾ, പല ജന്മങ്ങളായിട്ട് നമ്മളെ നയിച്ചു വന്ന ഗുരുപരമ്പരകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ പിതൃപരമ്പരകളുടെ എല്ലാ അനുഗ്രഹത്തോടെ എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും എല്ലാവിധ നന്മകളുണ്ടാകുവാനും എല്ലാവരിലും പോസിറ്റീവായ ആവശ്യമായ ചിന്തകൾ മാത്രം വരുവാനും ആവശ്യമായ ശാരീരികമായും മാനസികമായും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം നല്ലത് മാത്രം ചെയ്യുവാനും നല്ലത് മാത്രം നമ്മിലേക്ക് ലഭിക്കുവാനും എൻ്റെ ഗുരുപരമ്പരകളെ ഉപാസനമൂർത്തികളെ പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.